ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചാൽ ഒരു ജില്ലയിൽ ഒരു പാർട്ടിയെ തകർക്കാൻ സാധിക്കുമോ? സാധിക്കും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് കെ രാഗേഷ് എന്ന വ്യക്തി. ഈ വ്യക്തി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, ഈ വ്യക്തി നടത്തിയ പ്രസംഗങ്ങൾ, ഇദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഒക്കെ തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ സഖാക്കൾക്ക് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ ധൈര്യത്തോടെ ചില സഖാക്കൾ പറഞ്ഞു. എം വി ജയരാജൻ കണ്ണൂർ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും, എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും, എന്തിന് പി ശശി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒന്നും പാർട്ടിക്ക് ഇത്ര ശക്തമായ തിരിച്ചടി കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കേന്ദ്രമാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകളും ഒക്കെ നേടുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. പാർട്ടി ഗ്രാമങ്ങൾ ഇങ്ങനെ അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി തത്തിക്കളിക്കുന്ന രംഗമാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ കെ രാഗേഷ് നടത്തിയ ചില പ്രസംഗങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ തന്നെ പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം. അതാണ് പാർട്ടി സഖാക്കൾ തുറന്നു പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ കെ രാഗേഷ് 2-3 വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ഇതൊക്കെ തന്നെ വെറുതെ ന്യായീകരിച്ച് കള്ളക്കണക്കുണ്ടാക്കി പാർട്ടിയെ ന്യായീകരിക്കുന്ന, TI മധുസൂദനൻ എന്ന പയ്യന്നൂർ മുൻ MLA-യെ ന്യായീകരിക്കുന്ന, അയാളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് ജനങ്ങളെയും പാർട്ടി സഖാക്കളെയും വഞ്ചിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടുമാണ് ഈ കെ രാഗേഷ് വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത്. കെ രാഗേഷ് പിണറായി സഖാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. മാത്രമല്ല മുൻ MP ആണ്. പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കും എന്നതിലുപരി പിണറായി പറയുന്നത് എന്തും അനുസരിക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എം വി ജയരാജനെ മാറ്റി ഇയാൾ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത് ഇയാളെ ഭാവി മുഖ്യമന്ത്രിയായി കണ്ടുകൊണ്ടുകൂടിയാണ് എന്നുള്ള കാര്യം അന്ന് കണ്ണൂർ ജില്ലയിലെ സഖാക്കൾക്കിടയിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു. നമുക്കറിയാം, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആകും. ഈ സംസ്ഥാന സെക്രട്ടറിയാണ് പിന്നീട് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി കടന്നു വരുന്നത്. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പം കെ രാഗേഷ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെളുപ്പിച്ച് നശിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചും പാർട്ടിയുടെ പ്രവൃത്തിയെക്കുറിച്ചും അവമതിപ്പുണ്ടാക്കി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്തത്. ആ ഒരു പ്രതിഫലനം മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചു എന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അവലോകന യോഗത്തിൽ ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. അത് വെറും വിമർശനമല്ല, അത് ഒരു പരിധിവരെ സത്യവുമാണ്. കെ രാഗേഷ് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവരൊക്കെ വിചാരിച്ചാൽ പാർട്ടിയെ തകർക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ജനവികാരങ്ങളെ മാനിക്കാതെ ജനവിരുദ്ധ നയങ്ങൾ, പാർട്ടിയുടെ അടിസ്ഥാനം തെറ്റിച്ചുള്ള നയങ്ങൾ പാലിച്ചുകൊണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടായുസവും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരാളെ വെട്ടിക്കൊന്നാൽ പോലും അതിനെ ന്യായീകരിക്കാൻ ഒക്കെ തന്നെ ഇവിടെ ധാരാളം ആളുകൾ ഉണ്ട്. ഇതൊക്കെയാണ് പാർട്ടിയുടെ പ്രശ്നം. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. പാർട്ടിയിൽ അല്ലാത്തവർക്കും പാർട്ടിയിൽ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്നവർക്കും ഒക്കെ തന്നെ ഇതൊക്കെ ജനവിരുദ്ധത തന്നെയാണ്, സംശയമൊന്നുമില്ല അതിനകത്ത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങളിൽ ഒരാളായി മാറുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇനി പ്രവർത്തിച്ചില്ലെങ്കിലും പ്രവർത്തിക്കുന്നത് പോലെ ഒന്ന് ബോധ്യപ്പെടുത്തുകയെങ്കിലും ചെയ്യുക. അതൊന്നും ചെയ്യാതെ പിണറായി സഖാവിനെ പൊക്കിക്കൊണ്ട് പിണറായി സഖാവിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് റാൻ മൂളിക്കൊണ്ട് അവരെ ന്യായീകരിച്ചുകൊണ്ട് ഇനി കെ രാഗേഷ് അല്ല, ഏത് കൊമ്പൻ വന്നാലും പാർട്ടി ഇനിയും തകരുകയുള്ളൂ. പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പാർട്ടി തകർന്നു എന്ന് പറഞ്ഞാൽ CPM കേരളത്തിൽ തകർന്നിരിക്കുന്നു എന്നാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ, എന്നാൽ പോലും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ കെ രാഗേഷ് ഇനിയും ധാരാളം വാർത്താ സമ്മേളനങ്ങൾ നടത്തണം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ന്യായീകരണങ്ങൾ നടത്തണം. ഇവിടെ ജനങ്ങൾക്കെതിരെ തിരിയണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇപ്പോഴും CPM. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സമ്മതിക്കില്ല, ജനങ്ങൾ തെറ്റ് ചെയ്തു എന്ന നിലയ്ക്കാണ് M സ്വരാജും ഒക്കെ തന്നെ സംസാരിക്കുന്നത് പലപ്പോഴും. അപ്പം ആ ഒരു രീതി തുടരണം. എങ്കിൽ മാത്രമേ പാർട്ടിയുടെ തകർച്ച പൂർണ്ണമാവുകയുള്ളൂ. അപ്പം കണ്ണൂർ ജില്ലയിലടക്കം പാർട്ടിയെ തകർത്തതിന് പിന്നിൽ ഈ സെക്രട്ടറിമാരാണ്, അല്ലെങ്കിൽ ഈ സെക്രട്ടറിമാരുടെ നയങ്ങളാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നയങ്ങൾ ഈ സെക്രട്ടറിമാർ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നൊന്നുമില്ല. പഴയ കാലമൊന്നുമല്ല സഖാവി. നിങ്ങൾ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ട് പിന്നാലെ ഓടി വരുന്നവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു.
അരിവാളിനും മുട്ടിക്കും, ഈ മുട്ടി എന്നാണ് വടക്കൻ മലബാറിൽ ചുറ്റിയേക്ക് പറയുന്നത്, അരിവാളിനും മുട്ടിക്കും വോട്ട് ചെയ്തിരുന്നവർ കൈപ്പത്തിക്കും കോണിക്കും താമരയ്ക്കുമൊക്കെ വോട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും കെ കെ രാഗേഷും ഗോവിന്ദൻ മാഷും പിണറായി സഖാവും ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം തീർച്ചയായിട്ടും CPM തകരണം എന്നൊന്നും നമ്മൾ പറയില്ല, പക്ഷേ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു, ഇനിയും തരിപ്പണമായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ. സത്യമാണ്. കെ കെ രാഗേഷും ഗോവിന്ദൻ മാഷ്ക്കുമൊക്കെ എതിരഭിപ്രായമുണ്ടായിരിക്കാം, ഇതിനെയും അവർ ന്യായീകരിക്കുമായിരിക്കാം, പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ്.